ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് ടോക്ക് ഹിസ്റ്ററി. നമ്മൾ ആർക്കിയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും ക്ലാസ് കേട്ടു. എല്ലാവർക്കും അത്രയും പോർഷൻസ് ക്ലിയർ ആണ്. ആർക്കിയോളജിയുടെ പ്രിൻസിപ്പിൾസും മെത്തേഡ്സ് വരെ ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ ആർക്കിയോളജിയുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ആർക്കിയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് എക്സ്പ്ലോറേഷൻ മെത്തേഡും എക്സ്കവേഷൻ മെത്തേഡ്സും. ഈ രണ്ട് മെത്തേഡ്സും അതിൻ്റെ എക്യുപ്മെൻറ്റുകളും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഇതിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാം. 1 by 1 ആയിട്ട് പഠിക്കാൻ പോവുകയാണ് ഇന്ന്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി. ഈ രണ്ട് മെത്തേഡുകൾ എക്സ്പ്ലോറേഷനും എക്സ്കവേഷനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുവാൻ കാരണം വേറെയൊന്നുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മുടെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഈ എക്സ്പ്ലോറേഷൻ മെത്തേഡും എക്സ്കവേഷൻ മെത്തേഡ്സിൽ നിന്നും. ഷോർട്ട് എസ്സേ ആയിട്ടും എസ്സേ ആയിട്ടും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടെ തന്നെ ഈ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവുക. റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് കേട്ട് ഷോർട്ട് നോട്ട് എഴുതി സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളിത് പഠിക്കുക. എങ്ങനെ നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ കഴിയണം. അങ്ങനെ വേണം നമ്മൾ പഠിക്കുവാൻ. സോ എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി എന്താണെന്ന് നോക്കിയാലോ. Exploration method in archaeology are used to locate and identify potential archaeological sites and to gather information about the site's layout, size and content. അപ്പോൾ എന്താണ് എക്സ്പ്ലോറേഷൻ മെത്തേഡ്? എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്പ്ലോർ ചെയ്യുക എന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ട്രിപ്പിന് പോയി ഞാൻ വളരെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലെ തന്നെ എന്താണ് ആർക്കിയോളജിക്കൽ സൈറ്റിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ പൊട്ടൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് അതിനെ ലൊക്കേറ്റ് ചെയ്യുക, സൈറ്റ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക. സൈറ്റിൻ്റെ ലേഔട്ട് എങ്ങനെയാണ്, അതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട്, അതിൽ എന്തെല്ലാം കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നു, ആ ഒരു സൈറ്റിൽ എന്തെല്ലാം കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സ്പ്ലോറേഷൻ മെത്തേഡിൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ എക്സ്പ്ലോറേഷൻ മെത്തേഡിൽ പ്രധാനമായിട്ടും പലതരത്തിലുള്ള എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സർഫേസ് സർവേ എന്ന് പറയുന്നത്. സർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രതലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു സൈറ്റിൻ്റെ പ്രതലം അല്ലെങ്കിൽ ആ ഒരു സൈറ്റിനെ കുറിച്ചുള്ള സർവേ ആണ് ഈ സർഫേസ് സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സർഫേസ് സർവേക്ക് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷ്വൽ ഇൻസ്പെക്ഷൻ. വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Archaeologists walk over the site and visually inspect the area for any signs of past human activity such as artifacts, architectural remains or changes in vegetation. Then field walking. Walking over the landscape to search for artifacts and features. Aerial photography. Uses aerial photographs to identify potential archaeological sites. സോ സർഫേസ് സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു സൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നമ്മളൊരു സൈറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോവുകയാണ് എന്ന് ഈ ആർക്കിയോളജി പഠിക്കുന്ന അത്രയും ടൈമിൽ നമ്മൾ ഓർക്കുക, നമ്മൾ ആർക്കിയോളജിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആർക്കിയോളജിയെക്കുറിച്ച് പഠിക്കുകയാണ്. അപ്പം നമ്മളൊരു സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താണ് ആ സൈറ്റിനെ ഒന്ന് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യും. വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന എന്തെല്ലാം പ്രത്യേകതകളാണ് ആ സൈറ്റിലുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കും അല്ലേ. വിഷ്വൽ ഇൻസ്പെക്ഷൻ, അതാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം എന്താണ് പാസ്റ്റ് ഹ്യൂമൻ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സിമ്പിൾസ് സൈൻസ് വല്ലതും കിട്ടാനുണ്ടോ, എന്തെങ്കിലും ആർട്ടിഫാക്റ്റുകൾ അവിടെ ലഭ്യമാണോ, ആർക്കിടെക്ചറൽ റിമെയിൻസ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് ഇൻ വെജിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യും. ഇതിനെയാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ആണ് ഫീൽഡ് വാക്കിംഗ്. എന്താണ് ആ സൈറ്റിലൂടെ നമ്മൾ എന്താണ് ഫീൽഡ് വാക്ക് നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ആർട്ടിഫാക്റ്റുകളും ഫീച്ചേഴ്സും അതിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു സൈറ്റിൽ കൂടെ നടക്കുന്നു. അതാണ് ഫീൽഡ് വാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
തേർഡ് വൺ ആണ് ഏരിയൽ ഫോട്ടോഗ്രാഫി. ഏരിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഭൂമിയുടെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സൈറ്റിന്റെ മുകൾ വശത്ത് നിന്ന് അപ്പർ പൊസിഷനിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിനെയാണ് ഏരിയൽ ഫോട്ടോഗ്രാഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസസ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ആർക്കിയോളജിക്കൽ സൈറ്റ്സ്. ആ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു. നമുക്ക് ഏരിയൽ ഫോട്ടോഗ്രാഫുകൾ വലിയ സുപരിചിതമാണ്, ഇപ്പോൾ നല്ല സുപരിചിതമാണ്. കല്യാണത്തിനൊക്കെ എന്താ ഡ്രോൺസ് ഒക്കെ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫ്സ് എടുക്കൂലേ, ഇതിനെ തന്നെയാണ് എന്താണ് ഏരിയൽ ഫോട്ടോഗ്രാഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സർഫേസ് സർവേയിലൂടെ നമ്മൾ നടത്തുന്ന പ്രധാനപ്പെട്ട സർവേസ്: വിഷ്വൽ ഇൻസ്പെക്ഷന്, ഫീൽഡ് വാക്കിംഗ് ആൻഡ് ഏരിയൽ ഫോട്ടോഗ്രാഫി. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോറേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, പ്രധാനപ്പെട്ട ടൂൾസും എക്യുപ്മെന്റ്സും എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, GPS ആൻഡ് മാപ്പിംഗ് സോഫ്റ്റ്വെയർ. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? ടു റെക്കോർഡ് ആൻഡ് മാപ്പ് ദ ലൊക്കേഷൻ ഓഫ് ഫൈൻഡ്സ് ആൻഡ് ഫീച്ചേഴ്സ്. അവിടെ നിന്ന് കിട്ടുന്ന ഫൈൻഡുകളുടെയും അതിൻ്റെ ഫീച്ചേഴ്സിനെയും അതുപോലെ തന്നെ ആ ഒരു സൈറ്റിൻ്റെ ലൊക്കേഷനും മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ GPS-ഉം മാപ്പിംഗ് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ക്യാമറ. നമുക്കറിയാം ക്യാമറയുടെ പർപ്പസ് എന്താണ്, ആ സൈറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഫൈൻസോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ആർട്ടിഫാക്റ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ഡോക്യുമെൻറ്റുകളെ ആ ഫീച്ചേഴ്സിനെയും ഫൈൻസിനെയും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മെഷറിംഗ് ടേപ്പ് ആൻഡ് കോമ്പസ്. മെഷറിംഗ് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ ഈ ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ സൈറ്റിനെ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളെ എന്ത് ചെയ്യാണ്, ആ ആർട്ടിഫാക്റ്റുകളുടെ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും. ദെൻ കോമ്പസ് എന്തിനാണ്, അതിൻ്റെ ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. ആ ഒരു സൈറ്റ് ഏത് ദിശയിലാണ്, നോർത്താണോ വെസ്റ്റാണോ ഈസ്റ്റാണോ സൗത്താണോ ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കോമ്പസ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ മെത്തേഡിൽ പഠിക്കുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സർഫേസ് സർവേയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് നോക്കാം. നോൺ ഇൻവസീവ് ആണ്. എന്താണ് നോൺ ഇൻവസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർഫേസ് സർവേ ഡോണ്ട് ഡാമേജ് ദ സൈറ്റ് ഓർ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. സർഫേസ് സർവേയിലൂടെ എന്താണ് ആ സൈറ്റിനെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ആർട്ടിഫാക്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലുള്ള സ്റ്റഡിയാണ് അവിടെ നടത്തുന്നത്. ദെൻ ടൈം എഫിഷ്യൻറ്റ്. ഇവിടെ എന്താണ്, ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ക്വിക്ക്ലി അലോയിങ് ഫോർ റാപ്പിഡ് അസസ്മെൻറ്റ് ഓഫ് എ സൈറ്റ്. ഒരു സൈറ്റ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റാപ്പിഡായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അസസ്മെൻറ്റ് കണ്ടെത്തി അതിൻ്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ടൈം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്താണ് മുടക്കുന്ന നമ്മൾ ഈ സൈറ്റ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുവാൻ, എക്സ്കവേഷനെ വെച്ച് നോക്കുമ്പോൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. ഓഫൻ ലെസ് എക്സ്പെൻസീവ് ദാൻ എക്സ്കവേഷൻ. എക്സ്കവേഷൻ മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എക്സ്പ്ലോറേഷൻ മെത്തേഡ് എന്താണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, ചിലവ് കുറഞ്ഞതാണ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് അഡ്വാൻറ്റേജസ് പഠിച്ചു. ഇപ്പോൾ സോ എന്താണ് നമുക്ക് ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. സോ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിമിറ്റഡ് ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ സർഫേസിനെ കുറിച്ചുള്ള, സബ് സർഫേസിലേക്കൊന്നും പോകുന്നില്ല, ഭൂമിയുടെ പ്രതലത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നു ആ ഫീച്ചേഴ്സിനെ മാത്രമേ നമ്മളവിടെ പഠിക്കുന്നു. അപ്പോൾ ലിമിറ്റഡ് ഇൻഫോർമേഷൻസ് നമുക്ക് അവിടെ ലഭിക്കുന്നുള്ളൂ. ദെൻ വെദർ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വിൽ അഫക്റ്റ് ദ സ്റ്റഡി. എന്താണ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോറേഷൻ നടത്താൻ പോകുന്ന സമയത്തെ ആ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ പരിസ്ഥിതിപരമായിട്ടുള്ള ഫാക്ടേഴ്സും എന്താണ് ഈ സ്റ്റഡിയെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താണ് എക്സ്പ്ലോറേഷൻ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള സർഫേസ് സർവേ പഠിച്ചു. എന്താണ് സർഫേസ് സർവേ, അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സബ് സർഫേസ് സർവേ. സബ് സർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭൂമിയുടെ ഉൾത്തട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഭൂമിയുടെ അതായത് പ്രതലത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ, ഭൂമിയുടെ അതായത് സൈറ്റിന്റെ മുകൾ ഭാഗം പഠിച്ചു. ഇനി അതിൻ്റെ ഉൾഭാഗത്തിലേക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ഉള്ളിൽ കിടക്കുന്നത്, ഭൂമിക്കടിയിൽ കിടക്കുന്നത്, അതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് സബ് സർഫേസ് സർവേയിലൂടെ. സബ് സർഫേസ് സർവേ ഏതൊക്കെ രീതിയിലാണ് എടുക്കുന്നത് നോക്കാം.
ടെസ്റ്റ് പിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർക്കിയോളജിസ്റ്റ് ഡിഗ് സ്മോൾ ടെസ്റ്റ് പിറ്റ്സ് to gather information about the subsurface of the site and identify potential areas for excavation. എന്താണ് ടെസ്റ്റ് പിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആർക്കിയോളജിസ്റ്റുകൾ ആദ്യം അവിടെ ഒരു ട്രെഞ്ചിങ് നടത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ കുഴി എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഉള്ളിലെ എവിടെയൊക്കെയാണ് ഇൻഫോർമേഷൻസ്, എവിടെയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫാക്റ്റുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നോക്കുന്നതിനായിട്ട് ആദ്യം ഒരു ചെറിയ കുഴി ടെസ്റ്റ് പിറ്റിംഗ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഒരു ചെറിയ കുഴി കുഴിച്ചു നോക്കും. അതിലേക്ക് എന്താണ് ടൈനി റോബോട്ടുകളെ പോലെയുള്ള ചെറിയ എക്യുപ്മെന്റുകളൊക്കെ ഇറക്കി വിട്ട് എവിടെയാണ് ഈ ആർട്ടിഫാക്റ്റുകളൊക്കെ ഗ്യാദർ ചെയ്തിരിക്കുന്നത്, എവിടെയാണുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ ടെസ്റ്റ് പിറ്റിംഗ് നടത്തുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ട്രെഞ്ചിങ്. അങ്ങനെ ടെസ്റ്റ് പിറ്റിംഗ് നടത്തിയതിന് ശേഷം എന്താണ് അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനുശേഷം ആർക്കിയോളജിസ്റ്റ് ഡിഗ് trenches to explore the subsurface of the site and gather information about its layout and stratigraphy. അതിനുശേഷം എന്താണ് ഒരു കുഴി കുഴിക്കുകയാണ്. കുഴി കുഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ എക്യുപ്മെന്റുകൾ ഇറക്കിയതിന് ശേഷം ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുകയും അതുപോലെ തന്നെ സ്ട്രാറ്റിഗ്രാഫിയുടെ ലേ ഔട്ട് മനസ്സിലാക്കും. നമ്മുടെ ലെയറിംഗ് ടെക്നോളജി, ലെയറിംഗ് എങ്ങനെയുള്ളതാണ്, ലെയറിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്ട്രാറ്റിഗ്രാഫിയെ കുറിച്ച് ഇപ്പോൾ പഠിച്ചതാണ്. സ്ട്രാറ്റിഗ്രാഫി അതിൻ്റെ ലെയറിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനാണ് ട്രെഞ്ചിങ് ഉപയോഗിക്കുന്നത്. ദെൻ തേർഡ് വൺ ആണ് കോർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എന്താണ് കോർ സാമ്പിളിംഗ് എന്ന് നോക്കാം. ആർക്കിയോളജിസ്റ്റ് യൂസ് എ കോറിംഗ് ഡിവൈസ് to extract a core sample from the site which can provide information about the site's stratigraphy and subsurface features. അവിടെ നിന്ന് കിട്ടുന്ന ശിലകളില്ലേ, ശിലകളെയൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. അതിനുവേണ്ടി ഒരു കോർ സാമ്പിൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ശിലയുടെ സാമ്പിൾ എടുക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് കിട്ടുന്നത്, ആ സൈറ്റിന്റെ സ്ട്രാറ്റിഗ്രാഫിയെ കുറിച്ചും സബ്സർഫേസ് ഫീച്ചേഴ്സിനെ കുറിച്ചും അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അനലൈസിങ് നടത്തുന്നു. ഇതാണ് കോർ സാമ്പിളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് സബ്സർഫേസ് സർവേയിലൂടെ നടത്തുന്ന പ്രധാനപ്പെട്ട സ്റ്റഡീസ് അല്ലെങ്കിൽ സർവേസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സബ്സർഫേസ് സർവേ. സബ്സർഫേസ് സർവേയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ ഇൻവസീവ് എക്സ്പ്ലോറേഷൻ ആണ്. എന്താണ്? വലിയ ഡാമേജുകളൊന്നും വരുത്താത്ത രീതിയിലുള്ള സബ്സർഫേസ് സർവേ ആണ് ഇവിടെ നടത്തുന്നത്. ആദ്യം നമ്മൾ ചെറിയ ടെസ്റ്റ് പിറ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം എക്യുപ്മെന്റുകളൊക്കെ ഇറക്കി എവിടെയാണോ ഇൻഫോർമേഷൻസ് ഉള്ളത് അവിടെ മാത്രമേ നമ്മൾ ട്രെഞ്ചിങ് ചെയ്യുന്നുള്ളൂ. ആവശ്യമില്ലാതെ കുഴിയൊന്നും കുഴിച്ചു വെക്കുന്നില്ല. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സർഫേസ് സർവേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്താണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ടൈം സേവിങ് ആണ്. അതായത് കൃത്യമായ സമയത്തിനുള്ളിൽ ഇത് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലോറേഷൻ മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ ഹൈ റെസല്യൂഷൻ ഇമേജിങ് സാധ്യമാകുന്നുണ്ട്. എൻവയോൺമെന്റൽ മെയിൻറ്റെയിനിങ് സാധ്യമാകുന്നു. എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ പരിസ്ഥിതിപരമായിട്ടുള്ള ഡാമേജുകളൊന്നും വരുത്താത്ത രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ദെൻ ആർക്കിയോളജിക്കൽ പ്രിസർവേഷൻസ്. എന്താണ്? ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസുകൾ പ്രിസർവ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ് നടത്തുവാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇംപ്രൂവ്ഡ് സേഫ്റ്റി. ഇവിടെ എന്താണ്? കുറച്ചുകൂടെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫാക്റ്റുകൾക്കും അതുപോലെ തന്നെ സൈറ്റിനൊക്കെ കുറച്ചുകൂടെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്ത ഒരു ടെക്നിക്കാണ് ഏത്? സബ്സർഫേസ് സർവേ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ സബ്സർഫേസ് സർവേയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഏരിയൽ സർവേ. ഏരിയൽ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഏരിയൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞതാണ്. ഏരിയൽ സർവേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് ഏരിയൽ സർവേ ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ എബൌട്ട് ദ എർത്ത് സർഫേസ് യൂസിങ് ഏരിയൽ ഫോട്ടോഗ്രാഫി. എന്താണ്? ഭൂമിയുടെ പ്രതലത്തിന് മുകളിൽ നിന്ന് എന്താണ് ഏരിയൽ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്തുകൊണ്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് മറ്റു ടെക്നോളജികളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ പഠനം നടത്തുകയും അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയും മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഏരിയൽ സർവേയിലൂടെ ചെയ്യുന്നത്. ഏരിയൽ സർവേയിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഏരിയൽ ഫോട്ടോഗ്രാഫി ഓൾറെഡി പറഞ്ഞു. യൂസിങ് ക്യാമറാസ് മൗണ്ടഡ് ഓൺ എയർക്രാഫ്റ്റ്
ടു ക്യാപ്ചർ ഇമേജസ് ഓഫ് ദ ഗ്രൗണ്ട്. എന്താണ്? എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവയിൽ ക്യാമറകൾ ഘടിപ്പിച്ചിട്ട് അവിടെ നിന്ന് എന്താണ് നമ്മുടെ ഈ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു. അതിലൂടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലിഡാർ. ലിഡാർ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ലിഡാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അതിന്റെ ഫുൾ ഫോമും ഷോർട്ട് ഫോമും പഠിച്ചു വെക്കുക. ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ഏരിയൽ സർവേയിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ടെക്നോളജിയാണ് ലിഡാർ എന്ന് പറയുന്നത്. യൂസിങ് ലേസർ ലൈറ്റ് ടു ക്രിയേറ്റ് ഹൈ റെസല്യൂഷൻ 3D മോഡൽസ് ഓഫ് ദ ടെറൈൻ. എന്താണ്? നമ്മുടെ ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള എന്താണ് 3D മോഡൽ ടെറൈൻസ് യൂസ് ചെയ്തിട്ട് ഹൈ റെസല്യൂഷൻ 3D പിക്ചേഴ്സ് എടുക്കുവാൻ സാധിക്കും. അതായത് ലിഡാർ യൂസ് ചെയ്ത് ഹൈ റെസല്യൂട്ടഡ് 3D പിക്ചേഴ്സ് യൂസ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് ലിഡാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ആണ് മൾട്ടി സ്പെക്ട്രൽ ആൻഡ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ്. എന്താണ് മൾട്ടി സ്പെക്ട്രൽ ആൻഡ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന് പറയുന്നത്? യൂസിങ് സ്പെഷ്യലൈസ്ഡ് ക്യാമറാസ് ടു കളക്ട് ഡാറ്റ ഓൺ ദ റിഫ്ലക്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ്. ലൈറ്റുകളുടെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് സ്പെഷ്യലൈസ്ഡ് ക്യാമറാസ് യൂസ് ചെയ്തിട്ട് ഇമേജുകൾ കളക്ട് ചെയ്ത് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനെയാണ് ഈ മൾട്ടി സ്പെക്ട്രൽ ആൻഡ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ മുകൾ ഭാഗത്ത് നിന്നിട്ട് ലൈറ്റ് കുറച്ചുകൊണ്ടും ലൈറ്റിങ് കൂട്ടിക്കൊണ്ടും ഒക്കെ എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പിക്ചേഴ്സ്, അതായത് നമുക്ക് ഇമേജിങ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊക്കെ ലഭിക്കും. അതിനാണ് ഈ മൾട്ടി സ്പെക്ട്രൽ ആൻഡ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെക്നിക്കാണ് തെർമൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. എന്താണ്? യൂസിങ് സ്പെഷ്യലൈസ്ഡ് ക്യാമറാസ് ടു കളക്ട് ഡാറ്റ ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ ടെറൈൻ. ആ ഒരു ടെറൈൻ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിലെ ടെമ്പറേച്ചറിന് അടിസ്ഥാനമുള്ള ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ക്യാമറാസ് യൂസ് ചെയ്യുന്നു. ആ ക്യാമറാസ് യൂസ് ചെയ്തിട്ട് പിക്ചേഴ്സ് കളക്ട് ചെയ്യുന്നു, വീഡിയോസ് കളക്ട് ചെയ്യുന്നു. അതിനാണ് തെർമൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ആണ് റേഡർ ആൻഡ് മൈക്രോവേവ് സെൻസേഴ്സ്. റേഡർ ആൻഡ് മൈക്രോവേവ് സെൻസേഴ്സ്. യൂസിങ് റേഡർ ആൻഡ് മൈക്രോവേവ് സെൻസേഴ്സ് ടു കളക്ട് ഡാറ്റ ഓൺ ദ ടെറൈൻ. ആ ഒരു സൈറ്റിൽ നിന്ന്, സൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സൈറ്റിന്റെ മുകൾ ഭാഗത്തു നിന്നാണ്, അതായത് ടെറൈൻ എന്ന് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മുകൾ അപ്പർ സൈറ്റിന്റെ അപ്പർ പൊസിഷനിൽ നിന്നുള്ള ഇമേജുകളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ടെറൈനിൽ നിന്നിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ട്? റേഡറും മൈക്രോവേവ് സെൻസേഴ്സ്, സെൻസിങ് ഒക്കെ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് എന്താണ് എന്തൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് ഇറ്റ്സ് ടെക്സ്ചർ. ആ ഒരു സൈറ്റിന്റെ ടെക്സ്ചർ എന്താണ്, മോയ്സ്ചർ കണ്ടന്റ് എന്താണ്, അതിന്റെ അതർ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങളാണ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ഏരിയൽ സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് ഏരിയൽ സർവേ. ഏരിയൽ സർവേയുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഏരിയൽ സർവേ എന്താണ്? കൂടുതൽ ചിലവ് ഉള്ളതല്ല, ചിലവ് കുറഞ്ഞ ഒരു ടെക്നിക്കാണ് ഏരിയൽ സർവേ എന്ന് പറയുന്നത്. ദെൻ ടൈം എഫിഷ്യൻറ്റ്, ഉള്ള സമയം നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് ഏരിയൽ സർവേയിലൂടെ. അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുവാൻ ക്വിക്ക്ലി ആ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നു. തേർഡ് വൺ ആണ് ഹൈ അക്യുറസി. നമ്മൾ കൃത്യമായിട്ട് ഫോട്ടോസ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ നമുക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ദെൻ വൈഡ് കവറേജ്. എന്താണ്? ഏരിയൽ സർവേയിലൂടെ ആ ഒരു സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ലാർജ് പോർഷൻ കവർ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഐഡിയാസ് മോണിറ്റർ ചെയ്യുവാനും വാസ്റ്റ് ടെറിട്ടറീസിനെ കുറിച്ച് മാപ്പിംഗ് നടത്തുവാനും ഒക്കെ സാധിക്കും. അതാണ് ഈ വൈഡ് കവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സേഫ്റ്റി. എന്താണ്? Aerial survey can be safer than traditional ground-based surveys, especially in areas with difficult terrain or hazardous conditions. എന്താണ്? നമുക്ക് എന്താണ് ആ സൈറ്റിൽ പോയി വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് ഏരിയൽ സർവേ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാണ്. അപ്പോൾ ട്രഡീഷണൽ ഗ്രൗണ്ട് ബേസ്ഡ് സർവേസിനേക്കാൾ കൂടുതലായിട്ട് സേഫ്റ്റി ഉളവാക്കുന്നതാണ് എന്ത്? നമ്മുടെ ഏരിയൽ സർവേ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഏരിയൽ സർവേയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ആണ്. ഇതോടെ നമ്മുടെ എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കുന്നത് എക്സ്കവേഷൻ മെത്തേഡ്സ്.
എക്സ്കവേഷൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലോറേഷനെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുന്നു. എക്സ്കവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ പോയി അതിനെ ആ ഒരു സൈറ്റിനെ എക്സ്കവേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ എന്താണ് എക്സ്കവേഷൻ മെത്തേഡ്സ് എന്ന് നോക്കാം. എക്സ്കവേഷൻ മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി ആർ ഡിസൈൻഡ് ടു കെയർഫുള്ളി uncover and document the remains of past cultures while minimizing damage to the site and its contents. എന്താണ് എക്സ്കവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിസ്റ്റുകൾ എന്താണ് ആ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ പോയിട്ട് അവിടെയുള്ള ആർട്ടിഫാക്റ്റുകളൊക്കെ കെയർഫുള്ളി അൺകവർ ചെയ്ത് അതിനെ ഡോക്യുമെന്റ് ചെയ്ത് പാസ്റ്റ് കൾച്ചേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നു. എന്താണ് while minimizing damage to the site and its contents. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആർട്ടിഫാക്റ്റുകൾക്കും റിമെയിൻസുകളും ഒക്കെ ഒരുപാട് ഡാമേജ് വരുത്താത്ത രീതിയിലാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് എക്സ്കവേഷൻ മെത്തേഡ്സ് ആണ്. എക്സ്കവേഷൻ മെത്തേഡ്സിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്? പലതരത്തിലുള്ള എക്സ്കവേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ട്രെഞ്ചിങ്. ട്രെഞ്ചിങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിഗിങ് നാരോ ട്രെഞ്ചസ് ഓൺ ട്രെഞ്ചസ് ടു എക്സ്പ്ലോർ ദ സൈറ്റ് ആൻഡ് ലൊക്കേറ്റ് ഫീച്ചേഴ്സ് ഓർ ആർട്ടിഫാക്ട്സ്. എന്താണ് ആ ഒരു സൈറ്റിനെ നാരോ ട്രെഞ്ചസ് ഉണ്ടാക്കി, ചെറിയ നേർത്ത കുഴികൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഫീച്ചേഴ്സുകളും ആർട്ടിഫാക്റ്റുകളും ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ട്രെഞ്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗ്രിഡ് സിസ്റ്റം. ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിവൈഡിങ് ദ സൈറ്റ് ഇൻ ടു എ ഗ്രിഡ് ഓഫ് സ്ക്വയേഴ്സ് ഓർ റെക്ടാങ്കിൾസ് ടു സിസ്റ്റമാറ്റിക്കലി എക്സ്കേറ്റ് ആൻഡ് റെക്കോർഡ് ദ സൈറ്റ്. എന്താണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആർട്ടിഫാക്റ്റുകളുള്ള ഏരിയകൾ നമ്മൾ ഈ ട്രെഞ്ചുകൾ വെച്ചിട്ട് എന്താണ് നമ്മുടെ ഫീച്ചേഴ്സും ആർട്ടിഫാക്റ്റുകളും ലൊക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആർട്ടിഫാക്റ്റുകൾ എവിടെയാണോ ആ ഒരു ഏരിയയെ നമ്മൾ എന്ത് ചെയ്യും, റെക്ടാങ്കിൾസ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ അതിനെ എന്ത് ചെയ്യും, സൈറ്റുകളെ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ നിന്നും എന്താണ് സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ റെക്കോർഡ് ചെയ്ത് പഠിക്കുന്നു. അതാണ് ഗ്രിഡ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും മർഡർ കേസുകളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കാണുന്ന എവിഡൻസുകളൊക്കെ അവർ മാർക്ക് ചെയ്യും അല്ലേ. അവിടെ ബോഡി കിടപ്പുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ മാർക്ക് ചെയ്തിടും. അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച കത്തികൾ അതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിടും. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഏത് ഏരിയയിലാണ് ആർട്ടിഫാക്റ്റുകളൊക്കെ അതിനെ എന്താണ് സ്ക്വയറുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്വയറുകളായിട്ടോ റെക്ടാങ്കിൾസ് ആയിട്ടോ ഡിവൈഡ് ചെയ്യുന്നത്? അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത്. വലിയൊരു സൈറ്റ് ആണെങ്കിൽ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ദെൻ സ്ട്രാറ്റിഗ്രാഫിക് എക്സ്കവേഷൻ. എന്താണ് സ്ട്രാറ്റിഗ്രാഫിക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്കവേറ്റിംഗ് ദ സൈറ്റ് ഇൻ ലെയേഴ്സ് ഫോളോയിങ് ദ നാച്ചുറൽ സ്ട്രാറ്റിഗ്രാഫി ഓഫ് ദ സൈറ്റ്. എന്താണ് സൈറ്റിനെ ലെയേഴ്സ് ആയിട്ട് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നതിനാണ്, അതിൻ്റെ നാച്ചുറൽ സ്ട്രാറ്റിഗ്രാഫി മനസ്സിലാക്കുന്നതിന് വേണ്ടി. ദെൻ ബ്ലോക്ക് എക്സ്കവേഷൻ. എന്താണ് ബ്ലോക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്കവേറ്റിംഗ് എ ലാർജ് ബ്ലോക്ക് ഓഫ് സോയിൽ ഓർ ഡെബ്രിസ് ടു റിവീൽ എ ഫീച്ചർ ഓർ ആർട്ടിഫാക്റ്റ്. എന്താണ് ലാർജ് ബ്ലോക്ക് ഓഫ് സോയിൽ എക്സ്കവേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഏരിയയിലെ സോയിലിനെ കുറിച്ച് എക്സ്കവേറ്റ് ചെയ്യുകയാണ്. അവിടെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഡെബ്രിസ് ഉദ്ദേശിക്കുന്നത് മാലിന്യങ്ങൾ, അതിനെയൊക്കെ റിവീൽ ചെയ്തിട്ട് അവിടെ നിന്നും ഫീച്ചേഴ്സിനെ ആർട്ടിഫാക്റ്റുകളെയൊക്കെ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ ബ്ലോക്ക് എക്സ്കവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ടെസ്റ്റ് പിറ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്മോൾ പിറ്റുകൾ ഉണ്ടാക്കി അതിനെ സാമ്പിളായിട്ട് പിറ്റുകൾ ഉണ്ടാക്കി ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ടെസ്റ്റ് പിറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ടെക്നിക്സ് യൂസ് ഇൻ എക്സ്കവേഷൻ. എക്സ്കവേഷന് യൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ് ഹാൻഡ് ടൂൾസ് ഉണ്ട്. നമ്മൾ ഹാൻഡ് ടൂൾസ് ആയിട്ടുള്ള പിക്കാക്സ്, ബ്രഷസ്, ട്രോവൽസ്, ഇതൊക്കെയാണ് ഹാൻഡ് ടൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസിങ് ഹാൻഡ് ടൂൾസ് സച്ച് ആസ് ട്രോവൽസ്, ബ്രഷസ് ആൻഡ് പിക്സ് ടു കെയർഫുള്ളി എക്സ്കവേറ്റ് ദ സൈറ്റ്. സൈറ്റിനെ കെയർഫുൾ ആയിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ട്രോവൽസും ബ്രഷസും അതുപോലെ തന്നെ പിക്സും ഒക്കെ. ദെൻ മെക്കാനിക്കൽ ടൂൾസ്. എന്താണ് യൂസിങ് മെക്കാനിക്കൽ ടൂൾസ് സച്ച് ആസ് ബാക്കോസ് ആൻഡ് എക്സ്കവേറ്റേഴ്സ് ടു റിമൂവ് ലാർജ് എമൗണ്ട്സ് ഓഫ് സോയിൽ ഓർ ഡെബ്രിസ്. വലിയ കട്ട പിടിച്ച് കിടക്കുന്ന വലിയ മണ്ണിൻ്റെ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ ചെളി മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ബാക്ക് ഹോസ്, എക്സ്കവേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ആണ് വാട്ടർ സ്ക്രീനിങ്. എന്താണ് വാട്ടർ സ്ക്രീനിങ് എന്ന് പറയുന്നത്? യൂസിങ് വാട്ടർ ടു സ്ക്രീൻ എക്സ്കവേറ്റഡ് സോയിൽ ആൻഡ് സെപ്പറേറ്റ് ആർട്ടിഫാക്ട്സ് ഫ്രം ദ സോയിൽ മെട്രിക്സ്. എന്താണ്
വാട്ടർ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സോയിൽ ആർട്ടിഫാക്റ്റുകളെ സോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ വാട്ടർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ദെൻ ഡ്രൈ സ്ക്രീനിങ്, യൂസിങ് ഡ്രൈ സ്ക്രീനിങ് മെത്തേഡ്സ് ടു സെപ്പറേറ്റ് ആർട്ടിഫാക്ട്സ് ഫ്രം ദ സോയിൽ മെട്രിക്സ്. ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? മണ്ണിൽ നിന്നും ആർട്ടിഫാക്റ്റുകളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈ സ്ക്രീനിങ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോട്ടോഗ്രാമെട്രി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? യൂസിങ് ഫോട്ടോഗ്രാമെട്രി ടു ക്രിയേറ്റ് ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് ഓഫ് ദ സൈറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. നമ്മുടെ ഫോട്ടോഗ്രാമെട്രി യൂസ് ചെയ്തിട്ട് ആ സൈറ്റിൻ്റെ ഫീച്ചേഴ്സുകളെ ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എക്സ്കവേഷൻ മെത്തേഡ്സിലെ പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്കവേഷൻ മെത്തേഡിലുള്ള സ്പെഷ്യലൈസ്ഡ് ടൈപ്സ് ഏതൊക്കെയാണ്. അതായത് എക്സ്കവേഷൻ പലതരത്തിലുണ്ട്. ഇപ്പം പലതരത്തിൽ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് അണ്ടർ വാട്ടർ എക്സ്കവേഷൻ എന്ന് പറയുന്നത്. അണ്ടർ വാട്ടർ എക്സ്കവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് യൂസ്ഡ് ടു എക്സ്കവേറ്റ് സൈറ്റ്സ് സബ്മേർജ്ഡ് ഇൻ വാട്ടർ സച്ച് ആസ് ഷിപ്പ് വർക്ക്സ് ഓർ അണ്ടർ വാട്ടർ ആർക്കിയോളജിക്കൽ സൈറ്റ്സ്. അതായത് എന്താ? മണ്ണിനടിയിൽ മാത്രമല്ല ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ഒളിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ഒളിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ കടലിനടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വെള്ളത്തിനടിയിൽ കിടക്കുന്ന ആർട്ടിഫാക്റ്റുകളെയും അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകളെയൊക്കെ എന്താണ് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ അണ്ടർ വാട്ടർ എക്സ്കവേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ടണൽ എക്സ്കവേഷൻ. എന്തിനാണ്? യൂസ്ഡ് ടു എക്സ്കവേറ്റ് ടണൽസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ യൂട്ടിലൈസസ് ഓർ അതർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ടണൽസ് ഒക്കെ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടണൽ എക്സ്കവേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഷാഫ്റ്റ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു എക്സ്കവേറ്റ് വെർട്ടിക്കൽ ഷാഫ്റ്റ്സ് ഫോർ മൈനിങ്, കൺസ്ട്രക്ഷൻ ഓർ അതർ പർപ്പസസ്. മൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷാഫ്റ്റുകൾ ഉണ്ടല്ലോ, ആ ഷാഫ്റ്റുകളെയൊക്കെ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷാഫ്റ്റ് എക്സ്കവേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറ്. ദെൻ ഫോർത്ത് വൺ ആണ് കേവ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. കേവ് എക്സ്കവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യൂസ്ഡ് ടു എക്സ്കവേറ്റ് കേവ്സ് ഫോർ ആർക്കിയോളജിക്കൽ, സയന്റിഫിക് ഓർ റീക്രിയേഷണൽ പർപ്പസസ്. ആർക്കിയോളജിക്കലായിട്ടോ സയന്റിഫിക്കലായിട്ടോ അല്ലെങ്കിൽ റീക്രിയേഷണൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കേവുകളെ എക്സ്കവേറ്റ് ചെയ്ത് പഠിക്കുക. അതിനെയാണ് കേവ് എക്സ്കവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഐസ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഈസ് യൂസ്ഡ് ടു എക്സ്കവേറ്റ് ഐസ് കോഴ്സ് ഫോർ സയന്റിഫിക് റിസർച്ച് സച്ച് ആസ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ്. എന്താണ്? ഐസ് എക്സ്കവേഷൻ മെയിനായിട്ടും ക്ലൈമറ്റ് ചേഞ്ചുകളെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് സയന്റിഫിക് റിസർച്ചുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഐസ് എക്സ്കവേഷൻസ് നമ്മൾ പഠിക്കുന്നത്. ഇത്രയാണ് എക്സ്കവേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്. എക്സ്കവേഷനിലെ പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്കവേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്കവേഷൻ മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം എക്സ്പ്ലോറേഷനിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. റിക്കവറി ഓഫ് ആർട്ടിഫാക്റ്റുകൾ റിക്കവറി ചെയ്തെടുക്കുവാൻ സാധിക്കുന്നു. എക്സ്പ്ലോറേഷനേക്കാൾ കൂടുതലായിട്ട് റിക്കവർ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് സൈറ്റ് സ്ട്രാറ്റിഗ്രാഫിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, ലെയറിങ് എങ്ങനെയുള്ളതാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ദെൻ എക്സ്പോഷർ ഓഫ് ഹിഡൻ ഫീച്ചേഴ്സ്. എന്താണ്? മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഭൂമിക്കടിയിലൊക്കെ മറഞ്ഞു കിടക്കുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫാക്റ്റുകളെ കുറിച്ചൊക്കെ അതിനെയൊക്കെ എക്സ്പോസ് ചെയ്ത് പഠിക്കുവാൻ, അതിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് പഠിക്കുവാൻ നമുക്ക് സാധിക്കും. ഡേറ്റിംഗ് ആൻഡ് ക്രോണോളജി, അതിൻ്റെ ഏത് കാലഘട്ടത്തിലുള്ളതാണ് അതിൻ്റെ ക്രോണോളജിക്കൽ അതിനെ റെക്കോർഡ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റിയുടെ എൻഗേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് സൈറ്റ്സ്. നമ്മൾ എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് സൈറ്റിൽ നാശനഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്, ഡാമേജ് ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൈറ്റിൽ നിന്ന് കണ്ടെത്തുന്ന ആർട്ടിഫാക്റ്റുകൾക്ക് നാശം സംഭവിക്കാൻ അല്ലെങ്കിൽ ഡാമേജ് വരുവാൻ സാധ്യതയുണ്ട്. ദെൻ ലോസ് ഓഫ് കോണ്ടെക്സ്റ്റുകൾ നശിച്ചു പോകാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ദെൻ ടൈം കൺസ്യൂമിങ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ്. എന്താണ്? ഒരുപാട് സമയം എടുക്കുന്നതാണ് ഈ എക്സ്കവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. എക്സ്കവേഷൻ ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പം എന്താണ്? അതിന് ഒരുപാട് സമയം എടുക്കും. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് ആണ്. ലേബേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മളിവിടെ പഠനം നടത്തുന്നത്. അപ്പം അത് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസീവ് ആണ്. ഈ ഒരു
എക്സ്കവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. എക്സ്പ്ലോറേഷൻ മെത്തേഡിനെ വെച്ച് നോക്കുമ്പോൾ മോർ എക്സ്പെൻസീവ് ആണ്. നമ്മൾ ലേബേഴ്സിനെയൊക്കെ ഹയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കുള്ള കൂലിയൊക്കെ കൊടുക്കണം. അപ്പം അത് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരും. ദെൻ വെതർ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫീച്ചേഴ്സ് എന്താണ്, ആ ഒരു സൈറ്റിനെ കുറിച്ച് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ അതിൻ്റെ പരിസ്ഥിതിപരമായിട്ടുള്ള ഫീച്ചേഴ്സും ഒക്കെ നമ്മളെ ബാധിക്കും. ചിലപ്പോൾ കാലാവസ്ഥ അനുകൂലമായിട്ടല്ല എങ്കിൽ അവിടെ സ്റ്റഡി നടത്തുവാൻ നമുക്ക് സാധിക്കത്തില്ല. അതൊക്കെ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നു. ഇതാണ് എക്സ്കവേഷൻ മെത്തേഡ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതോടെ നമ്മുടെ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എക്സ്പ്ലോറേഷൻ മെത്തേഡ് എന്താണ്, എക്സ്കവേഷൻ മെത്തേഡ് എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതിനുപയോഗിക്കുന്ന ടെക്നോളജീസ്, മെത്തേഡുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സോടെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് കവർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ടോപ്പിക്കുകളും അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് പഠിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും അമർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിനെ കുറിച്ച് ഡൗട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്ന് എക്സ്ട്രാ ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാവുന്നതാണ്. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു.